ഹായ് ഗൈസ്, കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഔട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ കുറേ ദിവസമായി വെളിയിലൊക്കെ ഇറങ്ങിയിട്ട് പനിയൊക്കെ പിടിച്ച് ഇപ്പോഴും ഓക്കെ ആയി വന്നു. ചുമയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചോദിച്ചു കുറേ ദിവസമായില്ലേ അങ്ങനെ പുറത്ത് പോകാമെന്ന്. അങ്ങനെ ലോങ് റൈഡ് പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ ലവ് ലേക്കിലോട്ടാട്ടോ പോയത്. അങ്ങനെ പ്ലാൻ ചെയ്തൊന്നുമല്ല. ഉച്ചക്കത്തെ ഫുഡൊന്നും കഴിച്ചില്ല, രാവിലെ ലൈറ്റായിട്ട് കഴിച്ചിട്ട് അങ്ങ് ഇറങ്ങിയതാട്ടോ. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഡെസേർട്ടിൻ്റെ ഇടയിൽ ഇങ്ങനെ ക്യാമലിനെയൊക്കെ കണ്ട്. ഹായ് ഗൈസ്, ഞങ്ങൾ ലവ് ലേക്കിൽ ബർഗർ കഴിച്ചോണ്ടിരിക്കുകയാണ്. നട്ടുച്ചയ്ക്കോ? 4 മണിയായി. ഇപ്പടി 4 o'clock. പറയൂ കൂട്ടോ. എവിടെ സൂം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നട്ടുച്ചയ്ക്കെന്ന് പറയാൻ കാരണം ഞങ്ങൾ ഇവിടുന്ന് ഒരു 11:30 ആയപ്പോൾ ഇറങ്ങിയതാട്ടോ. ഞങ്ങൾ ലഞ്ചൊന്നും കഴിച്ചില്ല. പിന്നെ നന്നായിട്ട് വിശന്ന് അവസാനം അവിടുന്ന് ബർഗർ മേടിച്ച്. അപ്പോൾ അവിടെ എല്ലാം ഫ്ലെമിംഗോസൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ദൂരെ ആയതുകൊണ്ട് അത്ര ക്ലിയർ അല്ലാത്ത. പക്ഷേ ഫുഡെല്ലാം കഴിച്ചു കൊണ്ടിരുന്നപ്പം അവിടെ വൃത്തിയായിട്ട കാറ്റായിരുന്നു. ഞാൻ ഈ വൃത്തിയായിട്ട കാറ്റെന്ന് പറയാൻ കാരണം ഭയങ്കര പൊടിക്കാറ്റായിരുന്നു. നോർമൽ കാറ്റാണെങ്കിൽ നമുക്ക് ആസ്വദിക്കുക. ഇത് നമ്മൾ കഴിക്കുന്ന ഫുഡ് അവിടെ ഒരുപാട് പേര് ടെൻ്റ് അടിക്കുന്നുണ്ട്. നമ്മൾ ചെന്നപ്പോൾ തന്നെ അവിടെ ആൾക്കാർ ഫുഡൊക്കെ ഉണ്ടാക്കി തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, ഇങ്ങനത്തെ കാറ്റ് നമ്മൾ കഴിക്കുന്ന ഫുഡിലോട്ടൊക്കെ കയറുമല്ലോ. അതായിരുന്നു അവിടുത്തെ മെയിൻ പ്രശ്നം. ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ലവ് ലേക്കിൽ നിന്നാട്ടോ ഫ്ലെമിംഗോ ലേക്കിലോട്ട് വന്നത്. പിന്നെ നമ്മളിത് ഇങ്ങനെയുള്ള അടിപൊളിയുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം നമ്മൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. അവിടെ തന്നെ ഇങ്ങനെ മാന് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. എനിക്ക് അവിടെ കണ്ടൊരു പൂവാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. എന്തുവാണെന്നറിയില്ല, ഒരു കാ പോലെ ഇരിക്കും, പക്ഷെ നല്ല രസം, ഒരു പൂവ് ആവശ്യം. അതൊക്കെ കണ്ട് കുറേ നേരം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് ഇങ്ങ് പോന്നു കേട്ടോ.